ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണല്ലോ. മെയ് തീരുന്നതിന് മുമ്പെങ്കിലും പുതുപ്പള്ളി പെരുന്നാളിന്റെ ബാക്കി വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിന്ന് അപ്ലോഡ് ചെയ്യട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ സമയമൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ഒരു മടി കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നെങ്കിലും അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. മെയ് 7-ാം തീയതി, അതായത് വലിയ പെരുന്നാളിന്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കാണുന്നത്. പുതുപ്പള്ളി പെരുന്നാൾ രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തുകയാണ്. പള്ളിയിലെ പെരുന്നാൾ നേർച്ചകളെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഇത് പെരുന്നാളിന്റെ വെച്ചൂട്ട് നേർച്ച കേട്ടോ. ഒരു 12-11:30 ആകുമ്പോഴത്തേക്കും വെച്ചൂട്ട് നേർച്ച കൊടുത്തു തുടങ്ങും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിയാകുമ്പോൾ റാസയുണ്ട്. ആ റാസയ്ക്ക് വേണ്ടിയിട്ട് കുടയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഞങ്ങൾ കുറേ നേരത്തേക്ക് ഇരിക്കും കേട്ടോ, റാസ ഇറങ്ങുന്നവരെ. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റാസ ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ റാസയൊക്കെ കൂടി, എല്ലാ വർഷവും റാസയ്ക്ക് കൂടാറുണ്ട്. അപ്പം നമ്മൾ ഈ പാലത്തിന്റെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിലേക്ക് ഒരു വ്യൂ ഉണ്ട്. എൻ്റെ അമ്മോ, എന്നെ അടിപൊളി വ്യൂ ആണെന്നറിയാം. ഇങ്ങനെ നോക്കി അങ്ങോട്ട് നോക്കി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ച് നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സിൽ ഭയങ്കര എന്തോ ഒരു സന്തോഷവും എന്തോ ഒരു സമാധാനവും ഒക്കെ ആണ് കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ ദൈവം കേൾക്കുന്നു, എന്തൊക്കെയോ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ആവും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. ഈ പാലത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന ഒരു വ്യൂ ഉണ്ട്. പണ്ട് അങ്ങുന്നേ വരുമ്പോൾ നമ്മുടെ ഈ പള്ളി കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇപ്പോഴും അത് തന്നെ കേട്ടോ. ഒരുപാട് ജനങ്ങളാണ് കേട്ടോ ഈ റാസയ്ക്ക് കൂടാനായിട്ട് എത്തിയത്. അതുപോലെ തന്നെ തലേന്നത്തെ റാസയ്ക്കും, 6-ാം തീയതി വൈകിട്ടത്തെ റാസയ്ക്കും, അതുപോലെ 5-ാം തീയതി വൈകിട്ടത്തെ റാസയ്ക്കും ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, നമ്മൾ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ അവരാണെന്ന് തോന്നുന്നു ഇതുപോലെ വിശ്വാസമായിട്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ വർഷവും പെരുന്നാൾ ഇതുപോലെ റാസയൊക്കെ കൂടി തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പറഞ്ഞ്, അതുപോലെ പുണ്യാളനോട് പറഞ്ഞ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുണ്യാളം കേൾക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം, നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടി പോയി പ്രാർത്ഥിച്ച് ആ റാസയൊക്കെ കൂടി തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ ദൈവം തമ്പുരാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സാധിച്ചു. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഞാൻ മറന്നിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പോയി പുണ്യാളച്ചനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇത് അപേക്ഷിക്കണേ, അത് അപേക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് നടന്നില്ലെങ്കിൽ ഞാൻ മറന്നിരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം എനിക്ക് കൊണ്ട് തരാറുണ്ട് കേട്ടോ. റാസയൊക്കെ തിരിച്ചു പോകും. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും വലിയ നീണ്ട ഒരു ക്യൂ. അതായത് അപ്പോൾ കോഴി നിറച്ച് മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. അത്രയും നേരം റാസയ്ക്ക് പോലും ഇല്ലാത്തവരായിരിക്കും കുറച്ച് ആ ഒരു ക്യൂവിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അതൊരു നേർച്ചയായിട്ട് തന്നെ കരുതി അവർ വരുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ക്യൂ നിന്ന് അപ്പോൾ കോഴി നിറച്ച് മേടിക്കാൻ. ഒരു പെരുന്നാളൊക്കെ ആയിട്ട് എങ്ങനെ ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പം 2 വീലർ ഉള്ളതുകൊണ്ട് എന്നെ ആദ്യം കൊണ്ട് വിട്ടിട്ട് മമ്മീനെയും കൂടെ അച്ഛൻ വീട്ടിൽ കൊണ്ട് വിട്ടു. ഈ പറഞ്ഞ 10-15 മിനിറ്റ് ഞങ്ങൾ നടക്കുമ്പോൾ 20-25-30 മിനിറ്റ് ഒക്കെ ആകും ഞാനും മമ്മിയൊക്കെ നടന്നു വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് 2 വീലർ എടുത്തുകൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോയത്. വീട്ടിൽ നിന്ന് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ. അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുവാണെങ്കിലും നമ്മൾ ഈ പുതുപ്പള്ളി വാതിക്കൽ കൂടെ തന്നെ വേണം പോകാൻ. രാത്രിയിൽ ഈ പള്ളിയിലെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കാണണം. എൻ്റെ പൊന്നോ, എന്ന രസമായിരുന്നു. ഇപ്പം എല്ലാം അഴിച്ച് കാണും. അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു. ഒരു 3/4 മണിക്കൂറോട് ഞങ്ങൾക്ക് അവിടെ കയറി നിൽക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് റെയിൻകോട്ട് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ ഇറങ്ങി കേട്ടോ, തിരിച്ച് എറണാകുളത്തിന് പോരാൻ വേണ്ടിയിട്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛന് ജോലിക്ക് കയറണമായിരുന്നു. അതുകൊണ്ട് നേരെ ഞങ്ങൾ എറണാകുളത്തിന് തിരിച്ചു വിട്ടു. അയ്യോ, ആ രാവിലത്തെ ആ ഒരു ക്ലൈമറ്റിൽ ആ യാത്ര ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനെ 2 വീലർ 2 പേരും കൂടെ പോകാൻ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഫീലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് അതുപോലെ രാവിലെ വെളുപ്പിനത്തേക്ക് ഈ കാലാവസ്ഥയിലുള്ള യാത്ര നല്ല രസമാണ്, അടിപൊളി കേട്ടോ അങ്ങനെ പോകാനായിട്ട്. ഈ സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം. അല്ലെങ്കിൽ ഈ ബ്ലോക്കൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് എറണാകുളത്തോട്ട് വരണമെങ്കിൽ തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഒത്തിരി തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് വീട്ടിലെത്താം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.